Hello friends, welcome to SAT, Centers Tuition Center Madathambadi and Pathambalkara. Please subscribe to our YouTube channel for new updated videos and also visit centerstuition.blogspot.in. Kerala SSLC Maths Chapter 5, Trigonometry Part 12, Area of a Triangle. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ത്രികോണത്തിന്റെ വിസ്തീർണം, പരപ്പളവ് അഥവാ ഏരിയ എങ്ങനെ കാണാം എന്നുള്ളതാണ്. ഓക്കേ. Find the area of the triangle below. ഇവിടെ നമുക്കൊരു ത്രികോണം തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ് ത്രികോണത്തിൽ തന്നിരിക്കുന്നത്? സാധാരണ ഒരു ത്രികോണത്തെ പോലെ മൂന്ന് വശങ്ങളുണ്ട്. അത് രണ്ട് വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. 6 cm and 4 cm. അവയ്ക്കിടയിലുള്ള ഒരു കോണും തന്നിട്ടുണ്ട്. Find the area. We know that area is equal to half BH. Half BH. What is B? B means base. Here base is BC. താഴെയുള്ള വശം പാദമാണ് B എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ ആൻസർ കിട്ടി half into 6 into height നമുക്കറിയില്ല. ഹൈറ്റ് കാണാനായിട്ട് ഒരു പെർപെൻഡിക്കുലർ നമ്മൾ എയിൽ നിന്ന് താഴേക്ക് വരയ്ക്കണം. And this is the height. ഇത് നമ്മൾ സൈൻ ഉപയോഗിച്ചിട്ട് ഹൈറ്റ് നമുക്ക് കണ്ടുപിടിക്കാം. In this triangle, ഈ മട്ടത്രികോണത്തിലെ നമുക്ക് സൈൻ ഉപയോഗിച്ച് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഹൈറ്റ് എടുക്കുന്നത്. ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് സൈൻ ഉപയോഗിച്ചിട്ട് ഹൈറ്റ് കണ്ടുപിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഏരിയ ആയി. അത്രേ ഉള്ളൂ. ഓക്കെ. So first of all, area is equal to half BH, that is half into 6 into h. Okay. Then draw a perpendicular from A to here and mark it as h, height. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ട്രയാങ്കിളെ ബേസ് ചെയ്തിട്ടാണ്. According to this triangle, sin 50, അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. എന്തുകൊണ്ടാണ് സാറേ സൈൻ എടുത്തത്? കോസ് എടുത്തൂടെ? അങ്ങനെയല്ല, നമുക്ക് ഈ 50 ഡിഗ്രിയുടെ നേരെ എതിരെ കിടക്കുന്ന വശമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ്. ക്ലിയർ? അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. തന്നിരിക്കുന്നത് ഹൈപ്പോട്ടനസ്. ഹൈപ്പോട്ടനസ് ഓപ്പോസിറ്റ്. ഏതിന്റെ ഓപ്പോസിറ്റ്? നമുക്ക് തന്നിരിക്കുന്ന ആംഗിളിന്റെ. അപ്പോൾ ഓപ്പോസിറ്റ് ഹൈപ്പോട്ടനസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് സൈനേ ഉള്ളൂ. അതുകൊണ്ട് അല്ലെ പിന്നെ കൊസീക്ക് ഉണ്ട്. സൈൻ ആണ് നമുക്ക് മെയിൻ ആയിട്ട് എടുത്ത് ചെയ്യണം. ഓക്കെ. നമുക്ക് പഠിക്കാനുള്ളത് സൈൻ കോസ് ടാൻ മാത്രം ആയതുകൊണ്ട് സൈൻ എടുത്ത് ചെയ്യാം. ഓക്കെ. അപ്പോൾ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ്. നൗ ഓപ്പോസിറ്റ് ഇസ് h ആൻഡ് ഹൈപ്പോട്ടനസ് 4. സോ h by 4. ദെൻ 4 ഇങ്ങോട്ട് ഗുണിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഹൈറ്റ് കിട്ടും. ഓക്കെ. സോ ഹൈറ്റ് ഇസ് ഈക്വൽ ടു 4 into sin 50. ദെൻ sin 50യുടെ വാല്യൂ അറിയണം. sin 50യുടെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ടേബിൾ നോക്കുമ്പോൾ ഇറ്റ് ഈസ് 0.7660. Okay, then put that value. 4 into 0.7660, the answer is 3.064. Then put the value here. ഇവിടെ നമ്മൾ കൊടുക്കുക. Half into 6 into 3.064, the answer is 9.19. Okay. ഇനി ഈ ക്വസ്റ്റ്യൻ ചെറിയൊരു മാറ്റമുണ്ട്. മാറ്റം ഇതാണ്. Find the area of the triangle below if the angle is 130. 50 ഡിഗ്രിക്ക് പകരം 130 ഡിഗ്രി ആണെങ്കിൽ പരപ്പളവ് എങ്ങനെ കണക്കാക്കും? അപ്പോൾ നമ്മൾ നോക്കി 50 ഡിഗ്രി ഇത്രയേ ഉള്ളൂ. 130 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി തന്നെ ഏകദേശം ഇത്രയും വരും. 130 എന്ന് പറയുമ്പോൾ ഇത്തിരി നീളും. കണ്ടോ? ഏകദേശം ഈ അളവ് വരും. ഓക്കെ. എന്നിട്ട് ഇവിടെ നമ്മൾ ഇങ്ങോട്ട് യോജിപ്പിക്കണം. ഓക്കെ. സോ 130 ഡിഗ്രി ഏകദേശം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ട്രയാങ്കിൾ ഷേപ്പ് തന്നെ മാറും. ഓക്കെ. ഇതുപോലെയാവും. എന്നിട്ട് അവിടെ നമ്മൾ നമുക്ക് വശങ്ങളിൽ വ്യത്യാസമില്ല. പക്ഷെ നമ്മൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിൽ വ്യത്യാസമുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കരുത്. മനസ്സിലായോ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരയ്ക്കണം. അതാണ് ഹൈറ്റ്. ഇവിടുന്ന് ഇങ്ങനെ വരയ്ക്കണം. ക്ലിയർ? ദിസ് ഈസ് അവർ ഹൈറ്റ്. ആൻഡ് ദിസ് ഫൈൻഡ് ദിസ് ആംഗിൾ. ഈ ആംഗിൾ നമുക്ക് കണ്ടെത്തണം. അത് 150ന് 130 കുറയ്ക്കാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 50. കാരണം രേഖീയ ജോഡി പ്രകാരം രണ്ട് വരകൾക്ക് തമ്മിലുള്ള ആംഗിൾ 150 ആയിരിക്കും. ഓക്കെ. ബാക്കിയെല്ലാം സെയിം. ദെൻ ഹൈറ്റ് ഇവിടുന്ന് കണ്ടെത്തുക. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ മട്ടത്രികോണമാണ്. കണ്ടോ? ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ ബേസ് ചെയ്യുമ്പോൾ നമ്മൾ 50 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് h, ഹൈപ്പോട്ടനസ് നമുക്ക് തന്നിരിക്കുന്നു. അതായത് നേരത്തെ ചെയ്തതുപോലെ തന്നെ, വേറെ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ. സോ ഏരിയ ഹാഫ് ഇൻറ്റു സൈൻ 50 എടുക്കുക. നേരത്തെ ചെയ്തതുപോലെ സൈൻ 50യുടെ വാല്യൂ 0.7660 അത് കൊടുക്കുക. 3.0 സെയിം ആൻസർ. ഓക്കെ. ഇപ്പോൾ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. 130 വരയ്ക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കരുത്. ഇപ്പുറത്തേക്ക് വരണം. കണ്ടോ?
കാരണം നമുക്ക് മട്ടത്രികോണം വെച്ച് ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല പെർപെൻഡിക്കുലർ ഇവിടുന്ന് താഴേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ത്രികോണത്തിന്റെ ഹൈറ്റ്. ബേസിൽ വ്യത്യാസമില്ല. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവും. അതായത് നമ്മൾ 50 വെച്ച് ചെയ്തപ്പോഴും 130 വെച്ച് ചെയ്തപ്പോഴും സെയിം ആൻസർ. അതായത് സൈൻ 50 ഡിഗ്രി is equal to സൈൻ 130 ഡിഗ്രി. ഉണ്ടോ? സൈൻ 50 ഡിഗ്രിയും സൈൻ 130 ഡിഗ്രിയും എന്താണ്? സെയിം ആണ്. അതായത് സൈൻ 50 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 180 മൈനസ് 130 ആണ്. കണ്ടോ? അപ്പോൾ സൈൻ 180 മൈനസ് എനി ആംഗിൾ ഇസ് ഈക്വൽ ടു എന്താണ്? അപ്പോൾ 130 എന്ന് പറയുന്നത്, അതുപോലെ തന്നെ 50 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ സൈൻ 130 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു സൈൻ 180 മൈനസ് 50. ഉണ്ടോ? സോ സൈൻ 130 is equal to sin 50. Sin 50 is equal to sin 130. Clear ആണോ? Okay. Then what is sin 180 minus 80? Sin 150 minus 80 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? sin 80 ഈക്വൽ ആണ്. മനസ്സിലായോ പറഞ്ഞത്? sin 80 വിലയും sin 150 minus 80, അതായത് sin 100 വിലയും സെയിം ആണ്. ഓക്കെ. Visit part 13. Please like, share and comment. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.